റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 24ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് ഇതിനകത്ത് എങ്ങനെ കോളം കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ സിറ്റ് ഔട്ട് ആണ്. ഈ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് വോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു കോളം കൊടുക്കും, ഒരു പില്ലർ വാർത്തിട്ട് അതിലായിരിക്കും റൂഫ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചില കേസുകളിൽ ഇപ്പം വീടിന്റെ കോണറുകൾ ബേസ് ചെയ്തിട്ട് കോളങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് കോളം കൊടുക്കാറുണ്ട്. ഓക്കെ, അത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് കോളംസ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. കോളംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഏത് ഫ്ലോറിൽ നിന്നാണോ കോളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതായത് ഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എടുത്തതിന് ശേഷം ഇവിടെ കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കോളം ആർക്കിടെക്ചർ ഉണ്ട്, ആർക്കിടെക്ചർ എടുക്കാം. ആർക്കിടെക്ചർ എടുക്കുമ്പോഴേക്കും ഇവിടെ കോളം വരും. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിന്റെ 3D വ്യൂ നോക്കാം. അതിന് വ്യൂയിലേക്ക് പോകണം. വ്യൂയിലേക്ക് പോയതിനു ശേഷം 3D വ്യൂ എടുക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചൊക്കെ നോക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു കോളം കൊണ്ടുവച്ചു. ഈ കോളത്തിന്റെ ഹൈറ്റ് ഇപ്പൊ കുറവാണ്. ഇപ്പൊ കോളത്തിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം വരും. ഇവിടെ നമുക്ക് നോക്കാൻ പറയാം ബേസ് ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഗ്രൗണ്ട് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേക്ക് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ടു ഫൗണ്ടേഷൻ വരെയാണ് വന്നിരിക്കുന്നത്. അതായത് ലെവൽ 2 വരെ വന്നിട്ടുള്ളൂ. നമുക്ക് ലെവൽ 4 വരെ പോകണം. ഇപ്പൊ ലെവൽ 4 വരെ പോകണമെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ അപ്ലൈ കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിലേക്ക് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലെവൽ 4 വരെ ഈ ഒരു കോളം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയതിനു ശേഷം നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 200 mm. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോളംസിന് നമുക്ക് പല രീതിയിലും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. കാരണം നമുക്ക് പല സൈസിലും ഇതിനെ റീസൈസിങ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോളം എങ്ങനെ എഡിറ്റ് ചെയ്യാം? എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല. നമുക്കിവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് കോളത്തിൻ്റെ ഡെപ്ത് എത്രയാണ്, ഓഫ്സെറ്റ് ബേസ് എത്രയാണ്, അതുപോലെ തന്നെ ഓഫ്സെറ്റ് ടോപ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വിഡ്ത്ത് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് എഡിറ്റ് ടൈപ്പിലേക്ക് വന്നത് ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിരിക്കും പിന്നെ നമ്മൾ ഓരോ തവണയും കോളംസ് ഇവിടെ വയ്ക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് കോളം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ടുള്ള കോളം ആയിരിക്കും വരുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഒരു കോളം എടുത്തു അതിൻ്റെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു ടൈപ്പ് കോളംസിനെല്ലാം ഡിഫോൾട്ടായിട്ട് വരുന്നത് നമ്മൾ ആ കൊടുക്കുന്ന മെഷർമെന്റ് ആയിരിക്കും. മറ്റേ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാരാമീറ്റർ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിഫോൾട്ടായിട്ട് വരും. ഓക്കെ, അതായത് ഇപ്പം നമുക്കിവിടെ ഈ ഒരു ടൈപ്പ് കോളം ഒരു 10 എണ്ണം നമ്മളിവിടെ വെച്ചു. ഓക്കെ, 11ാമത്തെ വെക്കാൻ നേരത്ത് ആ ഒരു ടൈപ്പ് കോളം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ ഡയമെൻഷൻ എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ ഈ പാരാമീറ്റേഴ്സിൽ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 10 എണ്ണവും അതുപോലെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ആ ഡ്രോയിങ് മൊത്തത്തിൽ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എങ്കിൽ നമ്മൾ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ആ ഒരു മാറ്റംസ് കൊണ്ടുവരാൻ പാടുള്ളൂ. ഓക്കെ, ഇത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.